യമദേവൻ ആവശ്യപ്പെട്ട പ്രകാരം നചികേതസ് 3 വരങ്ങൾ ചോദിച്ചു. പിതാവ് എന്നോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറണം, കൂടാതെ എനിക്കും പിതാവിനും ശാന്തി ലഭിക്കണം എന്നുള്ള നചികേതസിന്റെ ആദ്യത്തെ വരം യമദേവൻ സന്തോഷപൂർവ്വം നൽകി അനുഗ്രഹിച്ചു. അഗ്നിയെക്കുറിച്ചുള്ള അറിവ് സ്വായത്തമാക്കണം എന്നായിരുന്നു രണ്ടാമത്തെ വരം. സ്വർഗം നേടുന്നതിനുള്ള മാർഗമായ അഗ്നിയാഗത്തിന്റെ മഹത്തായ സ്വാധീനത്തെയും അർത്ഥത്തെയും കുറിച്ച് യമദേവൻ നചികേതസിന് വിശദീകരിച്ചു. യമദേവൻ പറയുന്നത് നചികേതസ് ശ്രദ്ധയോടെ കേട്ടു. നചികേതസ് അത് ഹൃദ്യസ്ഥമാക്കുകയും യമദേവൻ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. യമദേവൻ വളരെയധികം സന്തോഷവാനായി നചികേതസിന് വിചിത്രമായ ഒരു രത്നമാല സമ്മാനമായി നൽകി. യാഗകുണ്ഡത്തിലെ അഗ്നി ഇനി മുതൽ നചികേതസ് അഗ്നി എന്നറിയപ്പെടുമെന്ന് യമദേവൻ പറഞ്ഞു. അതിനുശേഷം നചികേതസ് യമരാജാവിനോട് ആത്മാവിനെക്കുറിച്ചുള്ള സംശയ നിവാരണത്തിനായി അഭ്യർത്ഥിച്ചു. നചികേതസ് യമരാജാവിനോട് പറഞ്ഞു, ചില സിദ്ധാന്തങ്ങൾ മരണശേഷം ആത്മാവ് ഉണ്ടെന്ന് പറയുകയും മറ്റു ചില സിദ്ധാന്തങ്ങൾ അങ്ങനെയല്ലെന്നും പറയുന്നു. ആയതിനാൽ മരണശേഷം ആത്മാവിന് എന്തു സംഭവിക്കുമെന്ന് പറഞ്ഞു തന്നാലും. മരണശേഷം ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഈ ചോദ്യത്തിന് ദൈവങ്ങൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് യമദേവൻ മറുപടി നൽകി. കാരണം അത് വളരെ വിവാദപരമാണ്. അതിനാൽ മറ്റേതെങ്കിലും വരം ചോദിക്കാൻ അദ്ദേഹം നചികേതസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ താങ്കളെപ്പോലുള്ള ഉന്നതിയും പ്രതാപവുമുള്ള ഒരു ഉപദേഷ്ടാവിന് മാത്രമേ ആ സങ്കീർണമായ പ്രശ്നത്തിന് ഉത്തരം നൽകാൻ കഴിയൂ എന്ന് നചികേതസ് പറഞ്ഞു. പിന്നീട് യമദേവൻ നിരവധി വാഗ്ദാനങ്ങൾ നൽകി നചികേതസിനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. 100 വർഷം ജീവിക്കുന്ന പുത്രന്മാരെയും പൗത്രന്മാരെയും, പശുക്കൾ, ആനകൾ, കുതിരകൾ തുടങ്ങിയ നിരവധി മൃഗങ്ങളെയും, സ്വർണവും ആഭരണങ്ങളും, വിശാലമായ ഫലഭൂയിഷ്ഠമായ ഭൂമിയെയും, എത്ര വർഷത്തേക്ക് സ്വന്തം ജീവിതത്തെയും, തന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിശാലമായ ഒരു പ്രദേശത്ത് രാജാവാകാൻ കഴിയുമെന്നും, കൃപയും അപൂർവ സൗന്ദര്യവുമുള്ള സ്ത്രീകളെയും, ഭൂമിയിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്തതും കാണാത്തതുമായ രഥങ്ങളെയും, സ്വർഗീയ സംഗീത ഉപകരണങ്ങളെയും ആവശ്യപ്പെടാമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നചികേതസ് തന്റെ ആവശ്യത്തിൽ ഉറച്ചുനിന്നു. കാലക്രമേണ ഏതൊരു മനുഷ്യന്റെയും അവയവങ്ങൾക്ക് ശരീരബലം നഷ്ടപ്പെടുന്നതിനാൽ ഭൂമിയിലെ സ്വർഗീയമായ അപൂർവതകളെല്ലാം നശ്വരവും ക്ഷയിച്ചു പോകുന്നതുമാണെന്ന് നചികേതസ് ഉറച്ച ബോധ്യത്തോടെ മറുപടി നൽകി. നിർവചിക്കപ്പെട്ടതും വിധിക്കപ്പെട്ടതുമായ ജീവിതം ദീർഘമായിരിക്കാം, പക്ഷേ നിലനിൽക്കില്ല. ഒരു മനുഷ്യനും ഒരിക്കലും സമ്പത്തിൽ തൃപ്തനാകില്ലെന്ന് നചികേതസ് ധർമ്മരാജാവിനോട് പറഞ്ഞു. നചികേതസ് തുടർന്നു, താങ്കൾ വളരെയധികം സമ്പത്തും ഐശ്വര്യവും തന്നാലും അതിന് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സാധുവായിരിക്കാം. താങ്കൾ വളരെക്കാലം ആയുസ്സു തന്നു എന്നിരിക്കട്ടെ, അതും ശാശ്വതമല്ല. സ്ഥിരമായ ഒരു പരിഹാരത്തിന്റെ സ്വാധീനം ചെലുത്തുന്ന അറിവ് നൽകുന്ന വരം തരാൻ ദയവുണ്ടായാലും. എല്ലാത്തിനുമുപരി മൃത്യുദേവനിൽ നിന്ന് തന്നെ വരം തേടുക എന്ന ഏറ്റവും അസാധ്യമായ സാഹചര്യത്തിലെത്തിയ ശേഷം സമ്പത്ത്, രഥം, ആന, കുതിര തുടങ്ങിയ നിസ്സാരവും വിലകെട്ടതുമായ വരങ്ങൾ ചോദിക്കുന്നത് അഭികാമ്യമാണോ? ധർമ്മരാജ, എന്റെ ആത്യന്തികവും ഏറ്റവും കുറഞ്ഞതുമായ വിട്ടുവീഴ്ചയില്ലാത്ത അഭ്യർത്ഥന മരണശേഷം ആത്മാവിന് എന്തു സംഭവിക്കും എന്ന സംശയത്തിനുള്ള സാധുവായ മറുപടിയെക്കുറിച്ചുള്ള അറിവ് മാത്രമായിരിക്കും. യമരാജൻ എന്തൊക്കെ മോഹവാഗ്ദാനങ്ങൾ നൽകിയിട്ടും നചികേതസ് ഈ വരം ആവർത്തിക്കുക തന്നെ ചെയ്തു.